ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്ന് നോക്കാം. ആദ്യം ജനറൽ ആയിട്ട് എന്താണ് വരുന്നത്, പിന്നെ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഫിനാൻസ്. ആദ്യം മൂൺ കാർഡാണ് നിങ്ങൾക്ക് ജനറലി ഒരു ഉപദേശം തരാനുള്ളത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് അന്തരാത്മാവ് എന്താണ് പറയുന്നത് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കുറച്ചുകൂടി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് നേരിടണം. ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് മാറരുത്, ധൈര്യത്തോടു കൂടി നേരിടണം. അങ്ങനെയുള്ള അവസരങ്ങളെ, വെല്ലുവിളികളെ നിങ്ങളതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട്, വിജയത്തിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വേണം കാണാൻ. പിന്നെ പൊതുവേ നിങ്ങളുടെ ഒരു ചെറുതായിട്ടൊരു സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിട്ടും ചുരുക്കം ചില പേരുടെ കേസിൽ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ്, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. മുന്നത്തെ റീഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, പലരും റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു പോയവരാണ്. അവർക്കൊരു പുതിയ തുടക്കം, വളരെ പെയിൻഫുള്ളായ ഒരു എൻഡിങ്ങിന് ശേഷം ഒരു പുതിയ തുടക്കം ജൂലൈ മാസത്തോടു കൂടി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞു പോയതിനെ എല്ലാം വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക, പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. നമ്മൾ പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും. അത് മനസ്സിലാക്കി എത്ര വേദനാജനകമായ അനുഭവങ്ങളാണെങ്കിലും അത് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഹെൽത്ത്, ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാൻസ് ഹെൽപ്പിൽ വരുമ്പോൾ നിങ്ങൾ പൊതുവെ എനർജറ്റിക് ആയിരിക്കും അടുത്ത മാസത്തിൽ. പിന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ യോഗ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് തുടങ്ങുന്നുണ്ടാവാം, ചിലപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ശ്രമിക്കാനുള്ളൊരു പുതിയ തുടക്കം, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫൈനലി ഫിനാൻസ് ആൻഡ് കരിയർ. സ്റ്റാറാണ്. നിങ്ങൾ തുടങ്ങിയ എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് ബിസിനസ് ആയാലും നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളായാലും നിങ്ങളിലേക്ക് അടുത്ത മാസം നല്ല കാര്യങ്ങൾ വരുന്നതായിട്ട് വളരെയധികം പ്രതീക്ഷയുടെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു കാർഡാണ്. ഫിനാൻസ് കരിയർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു.